തലയുയർത്തിപ്പിടിച്ചുകൊണ്ട് പറയാവുന്ന പേരാണ് ജയചന്ദ്രൻ്റേത്. മലയാള ചലച്ചിത്ര ഗാന ശാഖയിൽ അതിനെ സമ്പന്നമാക്കിയതിൽ മുഖ്യ പങ്ക് യേശുദാസനും ജയചന്ദ്രനുമാണ്. അദ്ദേഹവുമായി വളരെ സംവത്സരങ്ങളുടെ അടുത്ത ബന്ധം എന്നെപ്പോലുള്ളവർക്കുണ്ട്. ഞാൻ ആലോചിക്കുന്നൊരു പ്രധാന കാര്യം, എത്രയോ തലമുറകൾ ഗാനാലാപന രംഗത്ത് മാറി വന്നു, എത്രയോ തലമുറകൾ ചലച്ചിത്ര മേഖലയിൽ കടന്നു വന്നു. പക്ഷേ തലമുറകൾ മാറിയെങ്കിലും ജയചന്ദ്രൻ്റെ ശബ്ദത്തിന് ഒരു വ്യത്യാസവുമില്ല. മലയാളികൾ എവിടെയിരുന്നും ആസ്വദിച്ചിരുന്ന ആ നാദം ഇനിയില്ല എന്നുള്ളത് നമുക്കൊരു വലിയ നഷ്ടമാണ്. അദ്ദേഹം മലയാളത്തിൽ മാത്രമല്ലല്ലോ, തമിഴിലും കന്നഡയിലും തെലുങ്കിലും ഒക്കെ തൻ്റെ ആ കഴിവ് അദ്ദേഹം പ്രകടിപ്പിക്കുകയുണ്ടായി. അക്ഷരാർത്ഥത്തിൽ നമുക്കൊരു വലിയ നഷ്ടം തന്നെയാണ്, പരിഹരിക്കാൻ സാധിക്കാത്ത ഒരു നഷ്ടം. പ്രിയപ്പെട്ട ജയചന്ദ്രന് എൻ്റെ സ്നേഹാദരങ്ങൾ നൽകുന്നു. അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെ സവിശേഷത ഇന്ന് ഞാൻ പത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് മറ്റ് പാട്ടുകാരെ ഇത്രയും അംഗീകരിക്കുന്ന ഒരു ഗായകൻ വേറെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അതായത് തന്നെക്കുറിച്ച് പറയുകയില്ല. അപ്പോൾ ജയചന്ദ്രൻ്റെ ഒരു പ്രത്യേക രാഗത്തിൽ പാടി മോഹനത്തിൽ ജയം പാടിയ പിന്നെ മല്ലികപ്പൂവിൻ മധുരഗന്ധം എന്ന പാട്ട് പറഞ്ഞ ഉടനെ ആ മോഹനത്തിൽ യേശുദാസ് പാടിയ സ്വർഗപുത്രി നവരാത്രി ഗംഭീരമല്ലേ. അതായത് അപ്പോൾ അതേ രാഗത്തുള്ള മറ്റൊരു ഗായകൻ്റെ പാട്ടിനെക്കുറിച്ച് പറയുകയും ആ പാട്ട് പാടുകയും, അത് ജയചന്ദ്രനെ സ്നേഹിച്ച സംഗീതത്തെയാണ്, സ്വന്തം പാട്ടുകളെയല്ല. അതുപോലെ ഹിന്ദിയിൽ ആദ്യകാല ഗായകർ പങ്കജ് മല്ലിക്, നമ്മുടെ സായിഗാൾ കാലഘട്ടം മുതൽ റഫി, മഹേന്ദ്ര കപൂർ, കിഷോർ കുമാർ, ഇവരുടെ മുഴുവൻ പാട്ടുകൾ കാണാപ്പാടമാണ്. നമ്മളൊരു മഹേന്ദ്ര കപൂറും റഫിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെ പാട്ട് പാടിയിട്ട് ആ വ്യത്യാസം പറഞ്ഞു തരും. അതുപോലെ തമിഴിൽ SP ബാലസുബ്രഹ്മണ്യത്തിൻ്റെയും PB ശ്രീനിവാസൻ്റെയും ശബ്ദങ്ങൾ തമ്മിൽ വ്യത്യാസം എന്താണ്, പാട്ടുകൾ തമ്മിൽ വ്യത്യാസം എന്താണ്, TM സൗന്ദരരാജൻ്റെ പാട്ട് എന്താണ്. ജയൻ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിരുന്ന ഗായിക P സുശീലയാണ്. അപ്പോൾ ലതാ മങ്കേഷ്കറിനെ കുറിച്ച് പറയാം, ലതാ മങ്കേഷ്കർ വലിയ പാട്ടുകാരാണ്, തീർച്ചയായിട്ടും വലിയ പാട്ടുകാരാണ്. പക്ഷേ എനിക്ക് സുശീലാമ്മ ആണ് ഇഷ്ടം എന്ന് പറയും. അത് പറയാൻ ഒരു മടിയില്ല. അതുപോലെ ഈ ജാനകിയമ്മ, വാണിജ്യറ, എല്ലാവരുടെ കൂടെയും മികച്ച ഡുവറ്റുകൾ ജയൻ പാടിയിട്ടുണ്ട്.
ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ബന്ധം ഒരു രണ്ട് സിനിമാക്കാർ തമ്മിലുള്ള ബന്ധമല്ല, രണ്ട് സഹോദരന്മാർ തമ്മിലുള്ള ബന്ധമാണ്. അതിന് ഞങ്ങൾ തമ്മിൽ കൂടുതൽ അടുക്കാനുള്ള കാരണം ഞങ്ങളുടെ രണ്ടുപേരുടെയും ജീവിത പശ്ചാത്തലം ഏറെക്കുറെ ഒന്നാണ്. കാരണം വലിയ ജന്മിത്തറവാട് തകർന്ന വലിയ ജന്മിത്തറവാട്ടിൽ ജനിച്ചവർ ഞങ്ങൾ രണ്ടുപേരും. അപ്പോൾ അതിൻ്റെ ചില ദോഷങ്ങൾ ഞങ്ങൾ രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. അതാണ് പെട്ടെന്ന് എല്ലാം വെട്ടിത്തുറന്ന് പറയുന്ന സ്വഭാവവും പെട്ടെന്ന് മുൻകോപം വരുന്ന സ്വഭാവവും അതിൽ നിന്ന് കിട്ടിയതാണ്, ഞങ്ങളുടെ ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കിട്ടിയതാണ്. അത് ഞങ്ങൾ പരസ്പരം പറയുകയും ചെയ്യും. ചിലപ്പോൾ ഞാൻ പറയും, ഞാൻ എൻ്റെ ദേഷ്യമൊക്കെ മാറ്റി മര്യാദക്കാരനാണെന്ന് വിചാരിക്കാമെന്ന് പറയും. എന്തിനാ തമ്പി, അത് തമ്മിയുടെ ഐഡൻറ്റിറ്റിയാണ്, ഒന്നും മാറ്റണ്ടെന്ന് പറയും ജയൻ. അതാണ് ജയചന്ദ്രൻ്റെ സ്വഭാവം.